ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റമദാന്റെ പുണ്യം നുകരാനുള്ള തിരക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ. വ്രതചൈതന്യത്തിന്റെ നാളുകളാണ് സമാഗതമായിരിക്കുന്നത്. രാപ്പകൽ പ്രാർത്ഥനകളിലും ദാനധർമ്മങ്ങളിലും ഓരോ വിശ്വാസിയും മുഴുകുന്ന പുണ്യദിനങ്ങളിലൂടെയാണ് ഇനിയുള്ള ഒരു മാസക്കാലം ലോകം കടന്നുപോവുക. സഹജീവി സ്നേഹവും കരുണയുമാണ് റംസാൻ മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ സന്ദേശം. കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ച് സർവശക്തനിലേക്ക് കൂടുതലായി അടുക്കാനാണ് വിശ്വാസികൾ ഈ സവിശേഷ സന്ദർഭത്തിൽ ശ്രമിക്കുക. ജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി ഈ നാടിൻ്റെ സംരക്ഷകനായി ജീവിക്കും, നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും. വേനൽ കടുക്കുന്നത് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനസ്സും ശരീരവും വ്രതശുദ്ധിയിലൂടെ പൂർണ്ണമായും സംസ്കരിക്കപ്പെടുകയാണ്. ഒപ്പം നന്മയും ശുഭപ്രതീക്ഷയും മനുഷ്യസ്നേഹവും പൂത്തുലയുന്ന പുതിയ ലോകത്തിലേക്ക് തുറക്കുന്ന ജാലകമായി മാറുന്നു റംസാൻ. സുരേഷ് എടപ്പാൾ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.